ഇവിടെ വന്നതേ നമുക്ക് റീസൈക്ലിംഗ് ബിന്നിൽ നമുക്ക് എന്താ പറയുക യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ലൈബ്രറി കേട്ടോ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുണ്ടാവും, കവറുകളുണ്ടാവും. സ്പെക്സ് വെച്ചിട്ട് തന്നെ ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ സ്പെക്സൊക്കെ വെച്ചിട്ടാണ് സ്പെക്സ് നേരത്തെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ആ കവറുകൾ കിട്ടണമെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഒരു ബ്ലാക്ക് കവറ്, നമുക്ക് പ്ലാസ്റ്റിക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇടാനുള്ളത്, അതുപോലെ ഗ്രീൻ കളർ ഫുഡ് ബാഗൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇടാനായിട്ടുള്ള കവറുകൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാം. ഇപ്പോൾ ലിഡിൽ, ടെസ്കോയിൽ അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ ഈ കവറുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് 2.something, അതായത് നാട്ടിൽ ഒരു 200 രൂപയ്ക്ക് മേലെ നമുക്ക് കവറുകൾ വാങ്ങാൻ വേണ്ടി ചിലവാകും. അപ്പോൾ നമുക്ക് ലൈബ്രറിയിൽ ഇത് അവൈലബിൾ ആയിരിക്കും. പിന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ ബ്രാഞ്ചുകളുണ്ടെങ്കിൽ അത് എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ സ്വാൻസിലൊക്കെ ആകുമ്പോൾ നമുക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ ബ്രാഞ്ചുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും കവറുകൾ. അപ്പോൾ നമുക്ക് അവിടെ പോയാൽ ഫ്രീ ആയിട്ട് കിട്ടും. അതേ കവർ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ ലൈബ്രറിയാണ് കാർഡിഫിലുള്ള വന്നതാണ്. പക്ഷേ അവർ പറഞ്ഞു സംഭവം റണ്ണൗട്ടായി തീർന്നു പോയി, നാളെ കാലത്ത് വരാനാണ് പറഞ്ഞത്. കാരണം കാലത്ത് വന്നു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ വാങ്ങിക്കാൻ വരുന്നതുകൊണ്ട് പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാലത്ത് തന്നെ ഒന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞവർ. അപ്പോൾ നമ്മൾ നാളെ 10:30 വന്നാലേ നമുക്ക് കവർ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ കവർ വാങ്ങാൻ വേണ്ടി വന്നതാണ്. നല്ല തിരക്കാണ് സിറ്റിയിൽ, ആൾക്കാരെല്ലാം പുറത്തുണ്ട്. അപ്പോൾ എന്തായാലും കവർ വാങ്ങാൻ വന്നിട്ട് വേസ്റ്റ് ആയില്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു പാർക്കുണ്ട്, നമുക്ക് പാർക്കിൽ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാം കേട്ടോ. എപ്പോഴും സ്ട്രീറ്റ് പ്ലേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പുതിയ പാർക്കിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാം. നല്ല ശാന്ത സുന്ദരമായ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഇവിടെ ഇങ്ങനെ അടുത്തടുത്തടുത്തായിട്ട് പാർക്കുകളുണ്ടാവും. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാർക്കാണ് കേട്ടോ. നല്ല രസമല്ലേ. നമുക്ക് വെറുതെ ഒരു എന്താ പറയുക സോഷ്യലൈസേഷൻ ഉദ്ദേശിച്ചാണ് ഇവരിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗ്രൂപ്പായിട്ട് ആളുകൾ വന്ന് എൻജോയ് ചെയ്യുന്നു, ഇരിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, പോകുന്നു, അങ്ങനെയൊക്കെ. ഇന്നിപ്പോൾ ഒരു ക്ലൗഡി ഡേ ആണ്, ഭയങ്കര മൂടലൊക്കെയാണ്. ഈ പുള്ളി എന്താ ആരാന്നറിയില്ല, അവൾ അങ്ങോട്ടാണ് തിരിഞ്ഞ് നിൽക്കുന്നത്, പക്ഷെ അവിടെ മരമാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ മരത്തിൻ്റെ നേരെ തിരിഞ്ഞ് നിൽക്കുക. അത് ആരാന്ന് അറിഞ്ഞൂടാ. എങ്ങനെ ഫ്രണ്ട് ഇങ്ങോട്ട് പാർക്കിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കണ്ടേ? പുള്ളിനെ അങ്ങോട്ട് തിരിച്ച് നിർത്തിയിട്ട് അതിൻ്റെ മുമ്പിൽ മരം പണിത് വെച്ചിരിക്കുക. ജോൺ കോറി ഫിലാന്ത്രോപ്പിസ്റ്റാണ്, അങ്ങനെ ഒരാളാണ്. പുള്ളി ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ പുള്ളിയുടെ അവിടെ കുറേ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. എന്ത് ബിൽഡിങ്ങാണ്, എന്ത് ബിൽഡിങ്ങാന്ന് അറിയില്ലല്ലോ. കുറച്ച് പേര് പട്ടാളക്കാരൻ സ്റ്റാച്യൂസ് ഉണ്ട്. ഏ പെൺകുട്ടി എവിടെ വീണു? നമ്മുടെ നാട്ടിലത്തെ പണ്ടത്തെ മൈതാനം ഓർമ്മ വരുന്നുണ്ടോ? അല്ലല്ല, എൻ്റെ വീടിൻ്റെ അവിടേക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഇങ്ങനെ പിള്ളേർ വൈകുന്നേരം ആകുമ്പോൾ ഫുട്ബോളായിരിക്കും. ഇപ്പൊ ഒന്നും അതൊക്കെ ചുമ്മാ കാട് പിടിച്ച് കിടക്കുക, ആരുമില്ല അവിടെ. ഇത് കാണുമ്പോ ഇത് കാണുമ്പോ ശരിക്കും എനിക്ക് പഴയ ആ ഫുട്ബോൾ ഗ്രൗണ്ട് അവിടെ ഫ്രണ്ടിൽ പോയാൽ കാണാം, വായിച്ചു നോക്കാം എന്താ സംഭവം. ഇത് സ്മാരകമാണ്, എന്തൊക്കെ കുറേ പേര് അടക്കിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടില്ല, നമ്മുടെ ജമന്തി പോലത്തെ പൂ.
ഞാൻ ഇങ്ങനത്തെ പൂവ് പണ്ട് വരച്ചിട്ടുണ്ട്. ആ എന്തൊരു ഭംഗിയാ നോക്ക്. വാഴ, മൈ ഗോഡ്. അവ ഇത് പിടിക്കൂടെ അല്ലേ? ഇത് ചിലപ്പോൾ ശരിക്കുള്ള നല്ല വാഴയായിരിക്കില്ല, അലങ്കാര വാഴ. അപ്പോൾ വാഴ പിടിക്കുമെന്ന് മനസ്സിലായില്ലേ? പക്ഷെ ചീത്തയായി പോകുന്നുണ്ടാവും തണുപ്പ് വരുമ്പോൾ. ഇഷ്ടംപോലെ പോകും ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ. ഇതന്നെ ഞാൻ പറയുന്ന സ്ഥലം, അതാണ് മ്യൂസിയം. അവിടെ അന്ന് പൊന്നൂസ് പിന്നെ വീഡിയോ എടുത്ത സ്ഥലം ഡാഫോഡിൽസും. അതാണോ ഇവിടെ? അല്ലല്ല, ആ പാർക്ക് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ആ പാർക്ക് ഈ വഴിക്ക് അങ്ങോട്ട് പോകുമ്പോൾ അതെവിടെ? ഇത് സിറ്റി ഹോളാണ്. ഇത് പണ്ട് വല്ല കൊട്ടാരമായിരുന്നിരിക്കും അല്ലേ? ഇതൊരു ഭംഗി കാണാൻ. ശരിക്കും പഴയ കൊട്ടാരം പോലെയില്ലേ? നമ്മുടെ ഡൽഹിയിലൊക്കെ ഉള്ള. ഇതാണ് മ്യൂസിയം, കാർഡിഫ് മ്യൂസിയം. ഒന്നുമില്ല, അതിനകത്ത് കുറച്ച് പഴയ പാത്രങ്ങളും അങ്ങനത്തെ പഴയ സാധനങ്ങളും ഉള്ളൂ. ഇവിടെ നിന്നാണ് ഞങ്ങൾ ബസ് കയറുക. ഞാൻ അന്ന് ഞാൻ അന്ന് വീഡിയോ എടുത്ത പാർക്ക് എവിടെയാണെന്നറിയോ? എവിടെ? ജസ്റ്റ് പോയിട്ട് വരാം. ഞാൻ ഇതിന് മുൻപ് ഒരു പ്രാവശ്യം, അതിൻ്റെ ഫുള്ള് ഞാൻ അങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഒറിജിനൽ പൂക്കളാണ് കേട്ടോ. അവിടെ എവിടെ നോക്കിയാലും അങ്ങനെ പൂക്കളുണ്ടാവും. കണ്ടോ? ആ വീടല്ല, സിറ്റി ഹോളാണ്. അപ്പം പൂക്കൾ വെച്ചിരിക്കുന്നുണ്ടോ? നല്ല ഭംഗി. ഒറിജിനൽ പൂക്കളാണ് കേട്ടോ. ഇതാണ് മ്യൂസിയം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ വന്നല്ലോ കേട്ടോ, ഈ പാർക്കിൽ. അപ്പം അന്ന് ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാർക്കിൽ നമുക്ക് ഒന്നിച്ച് പോകണമെന്ന്. പക്ഷേ എനിക്ക് സ്ഥലങ്ങളൊന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു ആ പാർക്ക് ഇവിടെയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ച പാർക്കിൽ വന്നപ്പോഴാണ് എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ പിടികിട്ടിയത്. ഇത് ഞാൻ വന്നിട്ടുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ ഇവിടെയാണ് ആ പാർക്കുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പൂ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ അവിടുത്തെ പൂക്കളുടെ പൂമരം ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട സമയത്ത് ആരോ എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, എന്നാണ് ഇതുപോലൊരു പാർക്ക് എനിക്ക് കാണാൻ പറ്റുകയെന്നൊരു കമൻറ്റ് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിന് ആ കമൻറ്റിന് മറുപടി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, തീവ്രമായി ആഗ്രഹിച്ച നമുക്കത് നടക്കും എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റാതെ കേട്ടോ, നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്നത് നടക്കും. അപ്പോൾ എന്താ പറയുക, ഇപ്പം അതല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ പാർക്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, കുറച്ചുകൂടെ പോകണം. അന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ പാർക്ക് ഇങ്ങനെ മറച്ച് മരങ്ങൾ നിറയെ പൂ കണ്ടതും ഞാൻ വേഗം പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ നോക്കി. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ നോക്കുമ്പോൾ എന്നെ കാണാനില്ല. അപ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, നല്ല ഫ്ലവറൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കാണാണ്ടാവില്ല, ഞാൻ അവിടെ വീഡിയോ എടുക്കുമായിരിക്കും. അപ്പോൾ ഇന്നെന്തായാലും അത് കാണിച്ചു കൊടുക്കാൻ ഒരു അവസരം കിട്ടിയതാണ്. കണ്ട എവിടെയൊക്കെ നിങ്ങൾ മതിൽ നോക്ക്, എത്ര ദൂരം വേണമെങ്കിലും മതിലുണ്ടാവും. അത് ഫുള്ളും ഇങ്ങനെ ഇലകൾ കൊണ്ടാട്ടോ മതിൽ, നമ്മുടെ പോലെ സിമെൻറ്റും കൊണ്ടുള്ള മതിലൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത പാർക്കിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഞാൻ ഇതിന് മുൻപിട്ട വീഡിയോയിൽ ഈ മരങ്ങളിൽ ഫുള്ളും ഇലയുണ്ടാവില്ല, മുഴുവൻ പൂക്കളായിരുന്നു. അപ്പം അന്നാണ് ഞാനിവിടെ വന്നത്. ഇപ്പോൾ പക്ഷേ മരങ്ങളിലത്തെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടോ. പക്ഷേ ഇപ്പോൾ പൂക്കൾ, താഴെ പൂക്കളുണ്ട്. ഈ ഫുൾ മരങ്ങളിലും പൂക്കളായിരിക്കും. ഇതെല്ലാം സെയിം മരം കണ്ടോ, റോസ് കളർ പൂണ്ടാവണ മരമാണ്. എന്താ പൂവിനെന്തോ എന്തോ ഒരു പേരുണ്ട്, ചെറിയാണോ, ചെറി ഫ്ലവറോ അങ്ങനെ എന്തോ. ഇതിന് ചോട്ടി നിന്നിട്ടാണ് അന്ന് ഞാൻ ആ ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നത്. അല്ല തുളിപ്സ്. ഇപ്പം അവിടെ ബന്ദി എന്തോ ആണ്, തുളിപ്സ് മുഴുവൻ പോയി. ഇപ്പം ഈ ഫ്ലവറൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. നോക്കിത് മുഴുവൻ ഇതാ വെച്ചിരിക്കുന്നത്. അവിടെ എന്തോ ഒരു ഫ്ലവർ നട്ടിട്ടുണ്ട്. അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ, അതായത് ശരിക്കുള്ള നമ്മുടെ സ്പ്രിങ് സീസണിൽ
ഫുള്ളും തുളിപ്സായിരുന്നു. ഈ വട്ടങ്ങളിലൊക്കെ തുളിപ്സായിരുന്നു. ഇപ്പോൾ ഇതിലൊക്കെ റോസും അങ്ങനെ വെറൈറ്റികളാണ് കേട്ടോ. ഇപ്പോൾ ഫുള്ള് മെറിഗോൾഡാന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടിരിക്കാൻ കണ്ടോ. ഇതെല്ലാം സെയിം മരമാണ്. ഈ മരത്തിലൊക്കെ ഫുള്ളും പൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഞാനത് വീഡിയോ ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അന്ന് വന്നപ്പോൾ അയ്യോ ഇപ്പോൾ ഫുള്ള് ബന്ദിപ്പൂ. ഇത് മുഴുവൻ തുളിപ്സ് ആയിരുന്നു. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തോരം പണിയായിരിക്കുമല്ലേ. എൻ്റെ അമ്മേ, മാരിഗോൾഡ് ബന്ദിപ്പൂ പാടം. നമ്മുടെ ഓണത്തിന് നമുക്ക് പൂക്കളത്തിന് പകരം ഇടാം. നമുക്ക് ബന്ദിപ്പൂ പാടം. ഇതിങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഇങ്ങനെയാണ് കേട്ടോ. ഇതിലായിരുന്നു തുളിപ്സ് ഉണ്ടായിരുന്നത്. ഞാൻ ഇവിടെ നിന്നിട്ടായിരുന്നു അന്ന് എൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനപ്പോൾ ഏതോ ഒരു വീഡിയോയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പാർക്ക് ഇത് ഫുള്ളും പൂക്കളായിരുന്നു അന്ന് വരുമ്പോൾ. സിറപ്പ് പോലെ ഉണ്ട്, നമ്മൾ ചുമക്കുള്ള സിറപ്പ് കഴിക്കണ പോലെ കുറച്ച്. പടയാളികൾക്ക് വേണ്ടിയിട്ടുള്ള മെമ്മറി. എന്ത് വിക്ടറി ആണെന്നില്ല അല്ലേ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടേ വിക്ടറി എന്തൊക്കെയോ പറഞ്ഞിട്ട്. ചുറ്റു കൊടുക്കണം. അപ്പം അത് എന്താന്ന് ചോദിച്ചതാ. എന്ത് പടയാളികൾക്ക് വേണ്ടിയിട്ടല്ലേ. നമ്മുടെ അതെനിക്ക് തരാണ്ട് അടിക്കുകയാണല്ലേ. എന്താണ് ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഇപ്പൊ സ്പ്രൈറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ എനർജി. സ്പ്രൈറ്റ്. ഇപ്പം ഈ ഇത്ര അടുത്ത് എത്ര പാർക്കായി. ഇപ്പം 2 പാർക്ക് കണ്ടില്ലേ. പക്ഷെ എനിക്ക് ഈ പാർക്ക് എനിക്ക് പറയാൻ പറ്റുള്ള അത്രയും ഈ ഫുൾ മരങ്ങളും റോസ് കളറായിരിക്കും. അത്രയും ഭംഗിയായിരിക്കും ആ സമയത്ത്. ആ സ്പ്രിങ്ങിൽ വരണം. ഇതാ ഞാൻ ആ പൂക്കളൊന്നും എടുക്കട്ടെ. ഉണ്ടോ, ഇതെല്ലാം ആ സൈസ് മരമാണ്. ഇതെല്ലാം സ്പ്രിങ് ആകുമ്പോൾ ഇലയില്ല, പൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉണ്ടോ, ഫുള്ളും അങ്ങനത്തെ മരം കേട്ടോ. നോക്കൊരു പുല്ല് പോലത്തെ സാധനം, കറുത്ത പുല്ല് നല്ല വാങ്ങിയിട്ട് കാണാൻ. ഇതൊക്കെ പക്ഷേ ഓരോ സമയത്ത് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഈവനിങ്ങോ അല്ലെങ്കിൽ രാവിലെയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ ആസ്വദിച്ച് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ എന്താ പറയുക സ്നാക്സൊക്കെ കുറിച്ച് രസം കേട്ടോ. ഇപ്പോൾ അത്ര ഭംഗി എന്ന് പറയാനില്ല. പ്രത്യേകിച്ച് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എല്ലാവരും ഇവിടെ വന്ന് ഇരിക്കുക കേട്ടോ. അടുത്ത് കാണാൻ അത്ര അങ്ങോട്ട് ഭംഗിയില്ല, പക്ഷെ ഇത് നിൽക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ഇലച്ചെടിയാണ് കേട്ടോ, വൈറ്റ് കളറ്.
പിന്നെ ഇവിടെ ഒരു റോസാത്തോട്ടം ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ കാണാനൊരു ലുക്കായിട്ടില്ല. പക്ഷെ പൂക്കളായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള വലുപ്പത്തിലുള്ള പൂക്കളുണ്ട്. അതാ സൂപ്പറായിട്ടില്ലേ. ഓ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും മഴ പെയ്തു. കുട ചൂടിയാണ് പോകുന്നത്. പാർക്കിലൊന്നും ആരുമില്ല, എല്ലാം വിജനമായി കിടക്കാണ്. ഇപ്പോൾ സമയം എത്രയും സമയം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാർക്കിൽ നിന്ന് പോവുകയാണ്. 6 മണിയായിട്ടുണ്ട്. മഴ ഇന്നിങ്ങനെ കുറച്ച് സമയമായി ഇങ്ങനെ പെയ്ത് നിൽക്കണം. അതുകൊണ്ടായിരിക്കും ആരും ഇല്ല കേട്ടോ പാർക്കിലൊന്നും. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ ബൈ. മാനേജ്മെൻറ്റ് കണ്ടോ ഒരു നൊസ്റ്റാൾജിയ എന്തോ പറയുക, ഒരു വിജനമായി കിടക്കുകയാണ്. പക്ഷേ മരങ്ങളൊക്കെ നട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഭംഗി. കണ്ട മതിലൊക്കെ ഫുള്ളും ചെടികൾ കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ അവിടെയൊക്കെ ഇതുപോലെ ചെടികൾ കൊണ്ട് മതിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ. ഇതാണ് ബ്ലാക്ക്ബെറി. നമ്മുടെ കുട്ടിക്കാലം ഓർത്തു പോയി. ഞങ്ങളെപ്പോലെ ഇങ്ങനെ കറങ്ങി നടക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് അടിക്കൂ. എനിക്ക് പണ്ടേ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നടന്നു പോകാൻ ദൂരത്തുള്ള സ്കൂളിൽ ആണ് പഠിച്ചത്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് എന്തൊക്കെ സാധനങ്ങൾ ഞങ്ങൾ കഴിക്കുന്നറിയോ? പിഞ്ചിനൊക്കെ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ലല്ലോ സ്കൂളിലേക്ക്. ഞങ്ങൾക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? എളവമ്പാട സ്കൂളിലേക്ക് എന്തോരം ദൂരമുണ്ട്? അത് +2 അല്ലേ? 6ാം ക്ലാസ് മുതൽ വണ്ടാഴി അല്ലേ? പക്ഷെ നിങ്ങളുടെ അവിടെ ഒന്നും പോണ വഴിക്ക് വാടല്ലാണ്ട് വേറെ പറിച്ച് തിന്നാനെന്നുള്ള സാധനങ്ങളില്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ അവിടെ ചാറ്റിലുണ്ട്. അതുകൊണ്ട് തൊപ്പിയൊക്കെ ഇട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ഞങ്ങൾക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ചേരുംകുഴി സ്കൂളിലേക്ക് എത്ര ദൂരം ഉണ്ടാവും? ചേരുംകുഴി പള്ളിയുടെ ആ ഭാഗത്തേക്ക് 1 കിലോമീറ്റർ ഉണ്ടാവില്ലേ? എനിക്ക് അറിഞ്ഞു 2 കിലോമീറ്റർ ദൂരം ഏകദേശം. ഞങ്ങൾ 7ാം ക്ലാസ് വരെ നമ്മുടെ നടന്നു പോയിട്ടുള്ള ദൂരത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് ഇതുപോലെ വീട് എത്തണ വരെ എന്തൊക്കെ സാധനങ്ങൾ ഞങ്ങൾ കഴിക്കുന്നറിയോ? മധുരാശിക്കായ, അതാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മധുരാശിക്കായ, താന്നിക്കായ, നെല്ലിക്ക, ചാമ്പങ്ങ, കണ്ണിമാങ്ങ, വലിയ മാങ്ങയാണെങ്കിൽ വലിയ മാങ്ങ, പിന്നെ ലൂവിക്ക, പിന്നെന്താ പുളി, പിന്നെ ചടച്ചിയുണ്ട്. ചടച്ചി അതൊന്നും ഇപ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചടച്ചിക്കായ, ബദാം, അമ്പഴങ്ങ, ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ വരുന്ന വഴിക്ക് സ്കൂൾ വിടുമ്പോൾ തൊട്ട് വീട് വരെ ഇങ്ങനെ കുറേ സംഗതികളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം വിശപ്പ് മാറും. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ നിങ്ങളുടെ ഒന്ന് സ്കൂളിൽ പോണ വഴിക്ക് ഫുള്ള് പാടാലേ ഉണ്ടാവുള്ളൂ, ഒന്നും തിന്നാനൊന്നും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ കാട്ടുവാസികളായതുകൊണ്ട് കുറേ സാധനങ്ങൾ തിന്നാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ കുറേ ഫ്രൂട്ട്സുകൾ റോഡിൻ്റെ അരികിൽ കൂടെ ഒക്കെ നിൽക്കുന്നുണ്ടാവും. എനിക്കെല്ലാം ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഞാൻ ഭയങ്കര ഒരു ഫ്രൂട്ട് ലവറാണ്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ബ്ലാക്ക്ബെറി ഞാൻ ഫസ്റ്റ് വന്നപ്പോഴേ അത് തിന്നാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അതൊരു നമ്മുടെ നാട്ടിലുള്ള കൊങ്ങിണിയൊക്കെ കായ പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കഴിച്ചു. അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അത് ബ്ലാക്ക്ബെറി ആണെന്ന് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ചെറിയൊരു സ്വാഭാവിക വനം കാണിച്ചു തരാം. പാർക്കാണ്, പക്ഷെ അത് കാണാൻ നല്ല ലുക്കല്ലേ. അവിടെ ഇരിക്കാൻ കുറച്ച് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പകുതിയല്ലേ ഉള്ളൂ അല്ലേ? ഇതൊക്കെ എന്തോരം സ്ഥലം ഇങ്ങനെ പാർക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളൂ എനിക്ക് മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ ആടിപ്പാടി വീട്ടിലേക്ക് എത്തിയിട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിതിൽ ഒരുപാട് എഡിറ്റിംഗ് ഒന്നും നടത്താതെ നമ്മൾ സ്വാഭാവികമായിട്ട് പോയിട്ട് വന്ന ആ ഒരു ഇതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ബൈ.